നമ്മളെ ഫോണിൽ നിർബന്ധമായിട്ടും നമ്മൾ ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ സ്പീഡ് കൂടും. അതെന്ത് സെറ്റിങ്സ് ആണല്ലേ? ഇപ്പം പുതിയ ഫോണിലൊക്കെ വിർച്വൽ റാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ 8 GB റാം ആണെങ്കിൽ 8 GB എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള, അതായത് നമുക്കുള്ള റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. 8 GB റാമുള്ള 16 GB ആക്കാം, 4 GB റാമുള്ള 8 GB ആക്കാം. അങ്ങനെ നമുക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇങ്ങനെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വിർച്വൽ റാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ സ്പീഡ് കുറയും. അതെങ്ങനെയാണല്ലേ? സ്വാഭാവികമായിട്ടും ഫോൺ സ്റ്റോറേജിനെക്കാട്ടിലും ഒരുപാട് സ്പീഡ് കൂടുതലാണ് റാം സ്റ്റോറേജിന്. ഈ റാം സ്റ്റോറേജിന് പകരമായിട്ട് ഈ വിർച്വൽ റാം ഉപയോഗിക്കുന്ന നേരം നമ്മളെ ഫോൺ സ്റ്റോറേജിൽ നിന്നാണ് 8 GB ആയാലും 4 GB ആയാലും ഒക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നത് നേരം ഫോണിൻ്റെ സ്പീഡ് കുറയും. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫാക്കിയിരുന്ന നല്ലത്. അതിപ്പോൾ എങ്ങനെ ഓഫാക്കുക? നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് എടുക്കട്ടെ. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓരോ ഫോണിലും ഓരോ പേരിലാണ് കേട്ടോ ഉണ്ടാകുക. പല ഫോണിലും പല പേരിൽ റാം എക്സ്റ്റൻഷൻ, എക്സ്പാൻഡബിൾ റാം, അങ്ങനെ പല പേരിലും ഉണ്ടാവും. റാം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ റാം എന്നാണ് സെർച്ച് ചെയ്യുന്നത്. റാം എന്ന് സെർച്ച് ചെയ്താൽ ഇതാ ഇമെയിൽ എക്സ്റ്റൻഡഡ് റാം എന്നാണുള്ളത് ഈ ഫോണിൽ. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ അങ്ങ് ഓഫായി കളയുക. ഇത് ഓഫാക്കുന്ന നേരം ഫോൺ റീസ്റ്റാർട്ടായി ഓൺ ആകുന്ന നേരം അത് ഓഫാവും. അങ്ങ് ഓഫായി കളയാം കേട്ടോ. നിങ്ങളെ ഫോണിൽ എക്സ്പാൻഡബിൾ റാം ഉണ്ടോ, വിർച്വൽ റാം ഉണ്ടോ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഫോൺ സ്മൂത്തായിട്ട് സ്പീഡായിട്ട് ഉപയോഗിക്കാൻ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്. ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയ്യോ. താങ്ക് യു സോ മച്ച്.